വികസന വിരുദ്ധരായ ഇടതുപക്ഷം ചുവന്ന കൊടികുത്തി എമർജിംഗ് കേരള പദ്ധതികളെ എല്ലാം തടസ്സപ്പെടുത്തി എന്നൊക്കെ ഭാവിയിൽ ചില ചരിത്രകാരന്മാർ പറയാൻ സാധ്യതയുണ്ടെങ്കിലും സത്യം അതായിരുന്നില്ല. എമർജിംഗ് കേരള എന്നൊക്കെ പറഞ്ഞ് 1 ഇഞ്ച് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് തന്നെ വിളിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന റവന്യൂ മന്ത്രി സാക്ഷാൽ അടൂർ പ്രകാശ് തന്നെയാണ്. ഇതൊന്നും ആരോപണമല്ല. ന്യൂസ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായാണ് അടൂർ പ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കിയത്. VD സതീശൻ ഉൾപ്പെടുന്ന കുറച്ച് കോൺഗ്രസ് MLA-മാർ എമർജിംഗ് കേരളക്കെതിരെ രംഗത്ത് വന്നു. അന്നത്തെ ന്യൂജനായ അവർ ഈ ഉഡായ്പ പരിപാടികൾക്കെതിരെ ബ്ലോഗ് എഴുതിയൊക്കെയാണ് പ്രതിഷേധിച്ചത്. അന്നത്തെ വനം കായിക വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ KB ഗണേഷ് കുമാറും എമർജിംഗ് കേരളയിലെ പദ്ധതികൾ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് മാധ്യമപ്രവർത്തകരോട് പരസ്യമായി തന്നെ പ്രതികരിച്ചത്. ദേശീയ ഗെയിംസിന് വേണ്ടി കോഴിക്കോട് ചേവായൂരിൽ ആ സമയത്ത് പണിതുകൊണ്ടിരുന്ന ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ തിരുവനന്തപുരത്തെ നീന്തൽക്കുളവും ഈ എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്തി പാട്ടത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞത്. ഇതുപോലെ പല കോൺഗ്രസ് മന്ത്രിമാരും ഘടകകക്ഷി മന്ത്രിമാരും എമർജിംഗ് കേരള എന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്നാണ് അക്കാലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവരവരുടെ വകുപ്പുകളിലെ പല പ്രോപ്പർട്ടികളും സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് കൊടുക്കാനുള്ള ചാണ്ടി സാറിന്റെ പരിപാടികളെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, അതുപോലെ K മുരളീധരൻ, ഇപ്പോഴത്തെ നമ്മുടെ VD സതീശൻ, TN പ്രതാപൻ എന്നിവർ പരസ്യമായി തന്നെ ഇതിലെ പദ്ധതികൾക്കെതിരെ രംഗത്ത് വന്നു. സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിൽ നിന്നും ഇത്രയധികം എതിർപ്പുകൾ നേരിട്ട ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിരുന്നില്ല. അത്രയും സുതാര്യനായിരുന്നു നമ്മുടെ മഹാനായ ചാണ്ടി സാർ. അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഒരക്ഷരം ഇതേക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിച്ചില്ല. എന്നാൽ എക്കാലവും രമേശിനെ പിന്താങ്ങുന്ന NSS ഇതിലെ പദ്ധതികൾക്കെതിരെ രംഗത്ത് വന്നു. നെൽവയലുകൾ വ്യാപകമായി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന പരിപാടികൾക്കെതിരെ NSS പ്രതിഷേധം അറിയിച്ചു. റവന്യൂ ഭൂമി, വനഭൂമി എന്നിവയ്ക്ക് പുറമെ സർക്കാർ ഏറ്റെടുത്ത് നൽകുന്ന ഭൂമികൾ സ്വകാര്യ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുന്ന ഒരു പരിപാടിയായിരുന്നു ഈ എമർജിംഗ് കേരള. വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള കെട്ടിടങ്ങൾ, അതുപോലെ കായിക പരിശീലന കേന്ദ്രങ്ങൾ എന്ന് തുടങ്ങി ആവശ്യക്കാർ വന്നാൽ നിയമസഭാ കെട്ടിടം പോലും പാട്ടത്തിന് നൽകാൻ റെഡിയാണ് എന്ന നിലയിലാണ് നമ്മുടെ ചാണ്ടി സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒരുങ്ങി നിന്നിരുന്നത്. സംസ്ഥാന ബജറ്റിൽ തുക നീക്കി വെച്ചിരിക്കുന്ന പദ്ധതികളെ പോലും എമർജിംഗ് കേരളയിൽ പാട്ടത്തിന് വെച്ചു.